നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരാളാണെങ്കിൽ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫുട്ബോളിന്റെ പേരിൽ മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു ടീം അർജന്റീന. ആദ്യ പകുതി തന്നെ ഈജിപ്തിന്റെ ആ ഗോൾ, മെസ്സിയുടെ ഞെട്ടിപ്പിക്കുന്ന പെനാൽറ്റി മിസ്. രണ്ടാം പകുതിയിലെ ഈജിപ്തിന്റെ റിവെഞ്ച് ഫുൾ ലീഡ്. അർജന്റീനയ്ക്ക് സ്വന്തം ആരാധകർ പോലും തോൽവി ഉറപ്പാക്കിയപ്പോ മറന്നുപോയത് ആ കളത്തിൽ ഇപ്പോഴും ഒരാൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. മത്സരത്തിന്റെ 79ാം മിനിറ്റിലെ റൊമേറോയുടെ ആ ഒരു മറുപടി ഗോളിന് ശേഷം വെറും 4 മിനിറ്റിനുള്ളിലാണ് മെസ്സിയുടെ വെടിയുണ്ട വരുന്നത്. ഈ വേൾഡ് കപ്പ് വേദിയിൽ മെസ്സി ഇത്രയും അഗ്രസീവായി സെലിബ്രേറ്റ് ചെയ്ത വേറൊരു ഗോളില്ല. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നതും നോക്കി നിന്ന ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള എൻസോ ഫെർണാണ്ടസിന്റെ ഇഞ്ചുറി ടൈം ഗോൾ കൂടെ ആയപ്പോ ഈ മത്സരത്തെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം: പീക്ക് ഫുട്ബോൾ. ഈ വിജയം റോബറി ആയിരുന്നോ, അത് ഫൗൾ ആയിരുന്നോ? ഈ ഒരു വിഷയമാണ് ഇന്ന് ഫുട്ബോൾ ലോകം എവിടെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ നമ്മുടെ ടേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ ഈ ഒരു വിഷയം മുഴുവൻ പറഞ്ഞു തീർന്നിട്ട് മാത്രം താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് ഈ ഒരു പറയുന്ന കാര്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതിനു മുമ്പ് എടുത്തു പറയേണ്ടത് ഈജിപ്ത് ഗോൾ കീപ്പർ ആയിട്ടുള്ള മുസ്തഫ ഷുബൈർ അന്യായ പെർഫോമൻസ് ആണ് ആദ്യ പകുതിയിൽ പുള്ളി കാഴ്ചവെച്ചത്. കിട്ടിലൻ ഗോൾ കീപ്പർ. മത്സരത്തിന്റെ 15ാം മിനിറ്റിൽ ഈജിപ്തിന് വേണ്ടിയിട്ട് യാസിർ ഇബ്രാഹിമിന്റെ ആദ്യ ഗോൾ കണ്ടപ്പോൾ അർജന്റീനൻ ആരാധകർ ഒന്ന് തകർന്നു പോയിരുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ മത്സരത്തിന് 21ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് തിരിച്ചു വരാനായിട്ട് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. മെസ്സി തന്നെ സ്വാഭാവികമായിട്ടും ആ പെനാൽറ്റി എടുക്കാൻ വരുന്നു. പക്ഷെ തുടർച്ചയായിട്ട് ലഭിക്കുന്ന മത്സരത്തിലെ ഒരു പെനാൽറ്റി കൂടെ മെസ്സി മിസ്സാക്കുന്നു. അതിനുശേഷം മെക്കാലിസ്റ്ററിനും അൽവാരസിനൊക്കെ ക്ലോസ് റേഞ്ച് ഗോൾ ചാൻസസുകൾ കിട്ടിയപ്പോഴൊക്കെ ഗോൾ കീപ്പർ ആയിട്ടുള്ള മുസ്തഫ ഷുബൈർ അതൊക്കെ തടുത്തിട്ടിട്ട് അർജന്റീനൻ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി. ഒരു ഗോളിന്റെ ലീഡിൽ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഉറപ്പിച്ചിരുന്നു രണ്ടാം പകുതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന്. പക്ഷെ ഇത്രയും സംഭവം നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചില്ല. മത്സരത്തിന്റെ 60ാം മിനിറ്റിലാണ് ആ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. ഈജിപ്ത് ബോക്സിന് അടുത്ത് നിന്ന് തുടങ്ങിയ ഒരു കൗണ്ടർ അറ്റാക്ക് കിട്ടിലനായിട്ട് അസീം ഹസൻ ഡ്രിബിൾ ചെയ്ത് മുന്നേറി പോകുന്നു. എല്ലാവരെയും കട്ട് ചെയ്ത് പോയി സലയിലേക്ക് മറിച്ചു കൊടുക്കുന്നു. സല ഭംഗിയായിട്ട് തന്നെ മുസ്തഫ സീക്കോയിലേക്ക് മറിച്ചു കൊടുക്കുന്നു. പുള്ളി സിമ്പിൾ ആയിട്ട് ഒരു ഗോൾ നേടുന്നു. ജേഴ്സി ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ ടെക്നോളജി VAR ഒക്കെ ഫുട്ബോളിന്റെ മൊമെന്റത്തെ നശിപ്പിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത്രയും നേരം കഴിഞ്ഞ് അത് ഗോളായി സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് VARൽ ഇവിടെ കോള് വരുന്നത് റെഫറിയുടെ ചെവിയിൽ. പിന്നെ പുള്ളി ചെക്ക് ചെയ്തിട്ട് ആ VAR ചെക്ക് ചെയ്ത് ആ ഫൗള് അവിടെ നടന്ന ഫൗളിങ് നോക്കി ആ ഗോൾ ഡിസലോ ചെയ്യുന്നു. ഒബ്വിയസ്ലി അത് ഫൗൾ ചെയ്യണം, അത് വിളിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ VAR ടെക്നോളജി ഇത്രയും പുരോഗമിച്ച് നിൽക്കുമ്പോൾ അത് കാണുന്ന ആ ഒരു മൊമെന്റിൽ അവിടെ കോള് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇത്രയും മൊമെന്റുകൾ കഴിഞ്ഞ് പിന്നെ എല്ലാം പുറകിലേക്ക് വന്നിട്ട് ആ മത്സരത്തിന് റിവ്യൂ ചെയ്ത് അത് നശിപ്പിക്കുന്നത് ഉറപ്പായിട്ടും ടെക്നോളജി കറപ്ഷൻ തന്നെയാണ്. മത്സരം അവിടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു, പക്ഷെ അത് സംഭവിക്കുന്നില്ല. എന്തായാലും ഈജിപ്തിന്റെ ആ ഒരു ഗോൾ നിഷേധിക്കപ്പെട്ടു. പക്ഷെ ഫുട്ബോളിന്റെ കാവ്യനീതി എന്നോണം മത്സരത്തിന്റെ 67ാം മിനിറ്റിൽ ഇതേ ഹസന്റെ അസിസ്റ്റിൽ അതേ മുസ്തഫ സീക്കോ സുന്ദരമായിട്ടൊരു ഗോൾ കൂടെ നേടുന്നു. അർജന്റീന 2 ഗോളിന് പുറകിലേക്ക് പോകുന്നു. പരാജയം ഉറപ്പിച്ച് നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും മത്സരം അവസാനിച്ചിട്ടില്ല. മത്സരത്തിന്റെ 79ാം മിനിറ്റിൽ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ റൊമേറോയുടെ ഒരു കിട്ടിലൻ കംബാക്ക് ഗോൾ. ആ ഒരു ഗോൾ കണ്ട് അർജന്റീന തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഗ്യാപ്പിൽ തന്നെ വെറും 4 മിനിറ്റിനുള്ളിൽ ലയണൽ മെസ്സിയുടെ ഒരു വെടിയുണ്ട. ആ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റബോധം കൊണ്ടാണോ അതോ ടീം പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ള പേടി കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ലയണൽ മെസ്സി ആ ഒരു ഗോൾ അകമഴിഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് അത് കഴിഞ്ഞ് അർജന്റീനയുടെ 3ാമത്തെ ഗോൾ വരുന്നു. അതിനു മുമ്പ് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ആ ഒരു സംഭവം നടക്കുകയാണ്. അർജന്റീന ബോക്സിനകത്ത് ആദ്യം ഒരു ഈജിപ്ത് താരത്തിനെ ബോൾ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വലിച്ചിടുന്നത് നമുക്ക് കാണാം. തൊട്ടടുത്ത നിമിഷം മുഹമ്മദ് സലിയെ പെനാൽറ്റി ബോക്സിനകത്ത് അർജന്റീനൻ ഡിഫൻഡർ ഫൗൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഡിഫൻഡറിന്റെ കാലിൽ ആദ്യം പന്ത് തട്ടിയിട്ടാണ് സലയെ പിന്നെ ഫൗൾ ചെയ്യുന്നത്. ആ ഒരു മൂവ്മെന്റിന്റെ കൗണ്ടർ അറ്റാക്കിലാണ് എൻസോ ഫെർണാണ്ടസ് ഹെഡർ ഗോൾ നേടി അർജന്റീന വിജയിക്കുന്നത്. പക്ഷെ ഇവിടെ ചർച്ച സലയുടെ അത് ഒരു ഫൗൾ ആണോ എന്നുള്ള ചോദ്യമാണ്. നിലവിൽ ഫുട്ബോളിന്റെ ബുക്കുകളെല്ലാം അരച്ച് കലക്കി കുടിച്ച സോഷ്യൽ മീഡിയ പണ്ഡിറ്റ്സ് എല്ലാം അത് ഫൗൾ അല്ലെന്നും ഫൗൾ ആണെന്നും ഒക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാം. അത് ഫൗൾ ആണെന്നോ അല്ലെന്നോ എന്നുള്ള കാര്യമല്ല ഞാൻ പറയണേ. പക്ഷേ ഇവിടെ ഈജിപ്തിന് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുപോലുള്ള ടച്ച് ഫൗളിന്റെ പേരിൽ തന്നെയാണ് ഈജിപ്തിന്റെ ഗോളും ഡിസലോ ചെയ്യപ്പെട്ടത്. അത് VAR ചെക്ക് ചെയ്തിട്ട് സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സലയെ ഫൗൾ ചെയ്തതിന് ശേഷമാണ് ഒരു കൗണ്ടർ അറ്റാക്ക് വന്ന് അവിടെ ഗോൾ നേടുന്നത്. അത് ഫൗൾ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ VAR ചെക്ക് ചെയ്യാതിരുന്ന റെഫറി ഒരു മനഃപൂർവ്വ അനാസ്ഥ തന്നെയാണ് കാഴ്ചവെച്ചത്. ആൻഡ് സർപ്രൈസിംഗ്ലി അത് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഈജിപ്ത് സ്റ്റാഫുകൾക്കും പ്ലേയേഴ്സിനും ഒക്കെ റഫറി അറഞ്ചം പുറഞ്ചം കാർഡ് കൊടുക്കുന്നു.
അതെന്താണ്? ഓക്കെ, നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, അത് ഫൗൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റഫറിയുടെ ചെവിയിലുള്ള സുനാപ്പിയിലേക്ക് VAR റഫറിമാർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല അത് VAR ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് VAR സ്ക്രീൻ അവിടെ വെച്ചിരിക്കുന്നത്? അവിടെയുള്ള റഫറിമാർക്ക് തന്നെ പറഞ്ഞാൽ പോലെ അത് ഫൗളാണ്, ഫൗളല്ല, പരിപാടി തീർന്നില്ല, പിന്നെ അവിടെ ചെക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. സോ അവിടെ സ്ക്രീൻ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഹീറ്റഡ് സിറ്റുവേഷനുകളെ ബാലൻസ് ചെയ്യാൻ റഫറിക്ക് കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് മറ്റുള്ളവർക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ റഫറി അത് പോയി ചെക്ക് ചെയ്യുന്നത്. സോ ഇത്തരം ഒരു ആർഗ്യുമെന്റ് വന്ന ശേഷം ഉറപ്പായിട്ടും റഫറി ആ VAR ചെക്ക് ചെയ്യണമായിരുന്നു. നേരത്തെ പറഞ്ഞ ടെക്നോളജി കറപ്ഷൻ ഇതാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ അർജന്റീനയുടെ തലയിലാണ് കുറ്റം ചുമത്തപ്പെടുന്നത്. സോ അത് ഫൗൾ അല്ല. റഫറി നേരെ വന്നിട്ട് VAR ചെക്ക് ചെയ്തിട്ട് അത് ഫൗൾ അല്ല എന്നൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പുള്ളി അത് എന്തുകൊണ്ട് ചെയ്തില്ല? ഇത് നശിപ്പിക്കുന്ന എന്തറിയോ? ഫുട്ബോളിന്റെ ക്രെഡിബിലിറ്റിയാണ്. അതിനേക്കാൾ അപ്പുറത്ത് അർജന്റീന ഇത്രയും മാസ്മരികമായ കംബാക്ക് വിജയം നേടിയിട്ട് അത് നമുക്കൊരു ഒരു കറയില്ലാതെ ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. ഞാൻ വീണ്ടും പറയുന്നു, അത് ഫൗൾ അല്ലായിരിക്കാം, പക്ഷേ VAR ചെക്ക് ചെയ്ത പുള്ളിക്ക് എന്തായിരുന്നു ഇത്രയും കോംപ്ലിക്കേഷൻ്റെ ആവശ്യം? എന്തായിരുന്നു? ആ VAR ചെക്ക് ചെയ്തത് ഫൗൾ അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് അത്രയും പൂർണ്ണമായിട്ട് ഈ ഒരു വിജയത്തെ ആസ്വദിക്കാമായിരുന്നു. പക്ഷെ ടെക്നോളജി ഒരു ടീമിനെ ഫേവറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വാദം ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. സിംപ്ലി VAR റൂയിൻഡ് ദ ഫുട്ബോൾ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറയണം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?